കൊച്ചു ഇത് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കയറി ഈ കൊച്ചിൻ്റെ എൻ്റെ അനിയത്തിയുടെ പേരൊക്കെ ഇവക്കുള്ള ഐഡി പേരൊക്കെ ചോദിച്ച് അങ്ങനെ ഞാൻ എടുത്ത് കയറി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര മോട്ടിവേഷൻ. 2-3 ദിവസമായിട്ട്, അതായത് ഈ കൊച്ചു ഇന്നലെ കണ്ടാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് തൊട്ട് ദിവസങ്ങളിൽ മുമ്പുള്ള വീഡിയോകൾ ഒരുപാട് മോട്ടിവേഷൻ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാണ്. അതായത് ഇങ്ങനെ ചെയ്യണം, മൊത്തം പ്രേമത്തിന്റെ ഞാൻ കാണിച്ചു തരാം. മൊത്തം ഞാൻ ഇനി അവനെ അവോയ്ഡ് ആക്കും കേട്ടോ. ഞാൻ ഇന്നിട്ട് ചുമ്മാ അവനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കണം. എന്റെ എക്സ്പെക്ടേഷൻ ആണ് കുഴപ്പം. അവന്റെ മെസ്സേജ് ഞാൻ തിരിഞ്ഞു നോക്കൂല, ഒരു ഫോണിലെ ശബ്ദം വരട്ടെ ഞാൻ മൈൻഡേ ചെയ്യില്ല. നിങ്ങളിപ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണായിരിക്കും. പറയണ എല്ലാം കേട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യല്. അവർ തുറക്കുമ്പോഴും അവരടയ്ക്കുമ്പോഴും സന്തോഷിക്കാനും ചിരിക്കാനും ഉള്ളവരും കളിപ്പാവകളാവല്ലേ. അതിനിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്, മറ്റേ വന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്, സൈബർ ബുള്ളിങ് ഏറ്റിട്ടാണ് മറ്റന്നാണ് കോണാണ്. ഒരു സമൂഹം മുഴുവനും കൊലയാളികളായിരിക്കുകയാണ്. എന്താണ് കാരണം? സൈബർ ബുള്ളിങ്. എന്താണ് വിഡ്ഢിത്തരം പറയുന്നത്? സൈബർ ബുള്ളിങ് ഏറ്റായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇത് കറക്റ്റ് ആയിട്ട് പ്രേമ നൈരാശ്യം തന്നെയാണ്. കാരണം ഈ പെണ്ണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇട്ട വീഡിയോസ് എല്ലാം റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളതാണ്. അവൻ എന്നെ തെച്ചു, ഞാൻ ഇനി പോകില്ല, അതൊക്കെയാണ് പറയുന്നത്. അപ്പോഴതിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ പ്രേമ നൈരാശ്യം തന്നെയാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ കോൺഫിഡൻസും ഈ വീഡിയോയിൽ പറയുന്നതിന്റെ കോൺഫിഡൻസും പുള്ളിക്കാരിയുടെ ജീവിതത്തിലില്ല. അതാണ്, ആർക്കും ജീവിതത്തിൽ കാണൂല കോൺഫിഡൻസ്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരുപാട് കാണുമായിരിക്കും. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ മിടുക്കരായിരിക്കും. സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് വട്ടപൂജ്യം ലോകം വട്ടപൂജ്യം.